നമ്മുടെ കുട്ടികളെല്ലാം തന്നെ രാത്രി 12 മണിക്കും 1 മണിക്കും എല്ലാം ഇവിടുത്തെ ഫാസ്റ്റ് ഫുഡ് കൗണ്ടറുകളിലെല്ലാം ഉണ്ട്. ഇപ്പം നമ്മുടെ പഴയ കൂമ്പ് തോരനും പെണ്ടിത്തോരനും ഇതൊക്കെ റിയലി ഗുഡ്. 100% പറയുന്നൊരു കാര്യമുണ്ട്, പോസ്റ്റ് കോവിഡ് കാർഡിയക് പ്രോബ്ലംസ് കൂടി. നോൺ വെജ് ചീത്തയാണെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. നോൺ വെജ് കഴിക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല. ജിമ്മിൽ റെഗുലറായിട്ട് പോയി ഹെവി ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അതിന് മുമ്പ് ഒരു ടെസ്റ്റ് ഒരു കാർഡിയോളജി ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഒരു കിഡ്നി ആണെങ്കിൽ ഒരാളുടെ എടുക്കാം, ലിവറാണെങ്കിൽ പകർത്തെടുക്കാം. പറ്റാത്തത് ഹാർട്ട് മാത്രമേ ഉള്ളൂ, ഒരു ഓർഗനേ ഉള്ളൂ. മലയാളികളിൽ നോക്കിയാൽ എല്ലാവർക്കും കുറച്ചൊരു ബെല്ലി ഫാറ്റ് കൂടുതലാണ്. കോവിഡ് വാക്സിൻ കൊണ്ടൊരു ഇഷ്യൂ ഉണ്ടെന്ന് ഇതുവരെ പ്രൂഫൊന്നും വന്നിട്ടില്ല. റെഡ് മീറ്റ് ഡെഫിനറ്റ്ലി നല്ലതല്ല എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. വേപ്പിംഗ് ആസ് വെൽ ആസ് ഈ സിഗരറ്റും ഇതിന് ആഡ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഡോക്ടർ ഇപ്പോൾ ഒരു 30+ ഇയേഴ്സ് ആയിട്ട് ഹൃദയത്തിൻ്റെ രംഗത്ത് തന്നെയാണ്. ഡോക്ടറുടെ മുന്നിൽ വരുന്ന പേഷ്യൻസിൻ്റെ ഈ അസുഖം വരാൻ പല റീസൺസ് ഉണ്ടാവും. ഓവർ ദ പീരീഡ് ഈ കാരണങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല, സെയിം തന്നെയാണ്. ഒന്ന് ഈ പറഞ്ഞ പോലെ ഓവർ ദ ടൈം സെയിം റിസ്ക് ഫാക്ടേഴ്സ് ആർ റിമൈനിങ് ദ സെയിം. പക്ഷേ മേ ബി പൊതുവെ പറയുന്ന റീസൺസ് ഇതൊക്കെയാണ്. അതൊക്കെ തന്നെയാണോ ഇപ്പോഴും റീസൺസ് ആയിട്ട് നിൽക്കുന്നത്? അതന്നെ മേ ബി ആഡഡ് ടു ദാറ്റ് പോസ്റ്റ് കോവിഡ് ഡെഫിനറ്റ്ലി നമുക്ക് ഒരു ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് പേഷ്യൻസ് ഉണ്ട്. അതും യങ്ങർ പേഷ്യൻസ് വരുന്നുണ്ട്. അത് ഓൾറെഡി ദർ ഇസ് ഇനഫ് നമുക്ക് സയൻറ്റിഫിക് എവിഡൻസസ് ഉണ്ട്. പോസ്റ്റ് കോവിഡിൽ കാർഡിയോവാസ്കുലർ ഡിസീസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടെന്നത്. അപ്പോൾ അത് സഡൻ ഡെത്ത് ഉണ്ട്, ഹാർട്ട് അറ്റാക്ക്, അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ വരുന്നത് കൂടിയിട്ടുണ്ട്, ത്രോംബോട്ടിക് ഡിസോർഡേഴ്സ് കൂടിയിട്ടുണ്ട്, ഹാർട്ട് ഫെയിലിയർ കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് കമ്മ്യൂണിറ്റി സ്റ്റഡീസ് ഉണ്ട്, ഇൻ്റർനാഷണലി നമ്മുടെയും കുറച്ച് സ്റ്റഡീസ് ഉണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി ഒന്ന് ഈ പറയുന്ന കാർഡിയോവാസ്കുലർ ഡിസീസ് കൂടിയിട്ടുണ്ട്. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ പോസ്റ്റ് കോവിഡ് 2018 കഴിഞ്ഞ് 22 ഒക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് നമുക്ക് യങ്ങർ പേഷ്യൻസുള്ള ഡെത്ത് കൂടിയിട്ടുണ്ട്. അത് ലെസ് ദാൻ 30 ഇയേഴ്സിൻ്റെ ഒരു ഡേറ്റ ഉണ്ട്, ലെസ് ദാൻ 50 ഇയേഴ്സിൻ്റെ ഒരു ഡേറ്റ ഉണ്ട്. ഇപ്പോൾ പോസ്റ്റ് കോവിഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ടോട്ടൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു നമ്മുടെ ഇവിടുത്തെ ഡേറ്റ 40%ഓളം ബിലോ 50 ഇയേഴ്സാണ് ടോട്ടൽ മയോകാർഡിയൽ. അപ്പോൾ നമ്മുടെ അതാണ് 40 to 50% കേരളത്തിൽ മഹാരാഷ്ട്രയുടെ ഒക്കെ ഡേറ്റ ഉണ്ട്. അതായത് ലെസ് ദാൻ ടോട്ടൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഡെത്തിൻ്റെ 40 to 50% ലെസ് ദാൻ 50 ഇയേഴ്സിലാണ്. അതാണ് കേരളത്തിൽ മഹാരാഷ്ട്ര ഇന്ത്യൻ ഡേറ്റ ഉള്ളൂ. പക്ഷേ ഓൾ ഓവർ ദ വേൾഡ് ഡേറ്റയിൽ ഓൾമോസ്റ്റ് ഡബിൾ റിസ്ക് ഉണ്ട്. അതായത് ഹസാർഡ് റേഷ്യോ എടുത്താൽ 1.9, ഓൾമോസ്റ്റ് ഡബിൾ റിസ്ക് ആണ് യങ്ങർ ഏജിൽ തന്നെ ഫോർ മയോകാർഡിയൽ ഇൻഫാക്ഷൻ. US ഇത് ഇപ്പോൾ ചിലർ ഒരു ഇന്ത്യൻ ഫിസിഷ്യനാണ് അസീം ഗുപ്ത എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസ്പിറസി തിയറി ഒക്കെ ഉണ്ട്, വാക്സിനോ കോവിഡ് കാരണം. രണ്ട് ആർഗ്യുമെന്റ് ഉണ്ടല്ലോ അതിൽ. ഒന്ന് ഒരു സെറ്റ് ആൾക്കാർ പറയുന്നത് അത് വാക്സിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്നും, അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ പറയുന്നത് അത് കോവിഡ് വന്നവരിലുള്ള ലോങ് ടേം ഇമ്പാക്റ്റ് ആണെന്നുമാണ്. പിന്നെ ഇതിനകത്ത് വേറൊരു ഡിസ്കഷൻ നടക്കുന്നത് എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഡൈമർ ടെസ്റ്റ് ചെയ്യണം, ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ കാർഡിയക് ഡിസീസ് വരുന്നുണ്ടോ, അങ്ങനെ ഒരു പേടി സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ടോ? അതിൽ ഒന്ന് നമുക്ക് ഡെഫിനറ്റ്ലി 100% പറയുന്ന ഒരു കാര്യമുണ്ട്, പോസ്റ്റ് കോവിഡ് കാർഡിയക് പ്രോബ്ലംസ് കൂടി, അതിന് ഒരു സംശയമില്ല. അത് ഹാർട്ട് അറ്റാക്ക്, ഈ പറഞ്ഞതുപോലെ ഫെറ്റീഗ്, അതെല്ലാം കൂടിയിട്ടുണ്ട്. അത് വൈ എന്നുള്ളതിനും കുറേ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അതായത് ഒന്നൊരു ഈ കോവിഡ് കഴിഞ്ഞവരിൽ നമുക്ക് ഇൻഫ്ലമേഷൻ കൂടുതലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബോഡിയിലൊരു ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് കൂടുതലാണ്. അതുപോലെ നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ ലൈനിങ് എൻഡോത്തീലിയൽ ഡാമേജ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടിട്ട് ത്രോംബോസിസ്, ക്ലോട്ട് ഫോർമേഷൻ, ഹാർട്ട് അറ്റാക്ക് കൂടി. അത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെദർ ഇറ്റ് ഈസ് ഡ്യൂ ടു കോവിഡ് ഓർ കോവിഡ് വാക്സിൻ. പക്ഷേ ഇഫ് നമ്മുടെ കുറച്ചൊരു 4 or 5 ലാൻഡ്മാർക്ക് മെയിൻ സ്റ്റഡീസ് എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കോവിഡ് വാക്സിന് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കോവിഡ് വാക്സിൻ കൊണ്ടൊരു ഇഷ്യൂ ഉണ്ടെന്ന് ഇതുവരെ പ്രൂഫൊന്നും വന്നിട്ടില്ല.
100% പ്രൂഫ് ഒന്നുമില്ല. ഓക്കെ, ദർ ഇസ് സം വേരിയേഷൻ ഹിയർ ഓർ ദെയർ. പക്ഷേ ഒരിക്കലും ഒരു വാക്സിൻ കൊണ്ടും ഈ മയോകാർഡിയൽ ഇൻഫാക്ഷനോ ഹാർട്ട് റേറ്റ് ഡെത്തോ കൂടിയെന്ന് പറയില്ല. പക്ഷേ പ്രൊട്ടക്റ്റീവ് ഇഫക്റ്റ് അതിലും കൂടുതലാണെന്ന് തന്നെയാണ് സ്റ്റഡീസ്. പക്ഷെ പോസ്റ്റ് കോവിഡ് ഡെഫിനറ്റ്ലി ഈ ലോങ് ടൈം പറഞ്ഞ പോലെ, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഹാർട്ട് അറ്റാക്കുകളും മരണനിരക്കുകളും കൂടിയിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ ഈ നമ്മൾ ഈ കണ്ടുവരുന്ന ജിമ്മിൽ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് അതിനകത്തൊരു കണക്ഷൻ? സഡൻ ഡെത്ത് യങ് ആൾക്കാരില്ല, അതും അതർവൈസ് ഫിസിക്കലി ആക്റ്റീവ്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ ചിലപ്പോൾ അൺഡയഗ്നോസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഫാമിലീസിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറഞ്ഞ അസുഖമുണ്ട്. മസിൽസ് തിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ ഔട്ട്ഫ്ലോയിലുള്ള മസിൽ തിക്കാവുമ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ അതിനൊരു സഡനായിട്ട് ഗ്രേഡിയൻറ്റ് കൂടി ബ്ലഡ് ഫ്ലോ കുറഞ്ഞിട്ട് സഡനായിട്ട് ഹാർട്ടിൻ്റെ ഫിബ്രിലേഷൻ വന്ന് അറസ്റ്റ് അങ്ങനെ വരാം. എന്നുവെച്ചാൽ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതിയാണ് അതിലൊരു മെയിൻ ഇതായിട്ട്. പിന്നെ ഇത് നമുക്ക് ഈ ഹാർട്ടിന് പണ്ടും ഉണ്ട്, നമ്മൾ കൊച്ചിലൊക്കെ ആയിട്ടുള്ള ചില പെട്ടെന്ന് മരിച്ചു എന്ന് വെച്ചാൽ ഈ റൈറ്റ് വെൻട്രിക്കിളിന് ഒരു അബ്നോർമാലിറ്റി വന്നിട്ട് അതിൽ നിന്നൊരു എന്താണ് ഈ കറണ്ട് പോകുന്നതിന് RV അബ്നോർമൽ RV റൈറ്റ് വെൻട്രിക്കുലർ മയോപ്പതി ഉണ്ട്. അതിലും ഇതുപോലെ തന്നെ അരിത്മിയാസ് വരും. അല്ലെ ലോങ് QT ECGയിലുള്ള നമ്മുടെ വേവ്സ് ഉണ്ട്, അതിലൊരു ലോങ് QT സിൻഡ്രോം എന്ന് പറയുന്നത്. ഇതിലെല്ലാം നമുക്ക് സഡൻ ഡെത്തിന് ഓൾവേസ് റിസ്ക് ഉണ്ട്. മേ ബി നമ്മൾ ഒന്നും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഡേറ്റ കിട്ടുന്നതുകൊണ്ടുകൂടി ആയിരിക്കാം. ഓർ മേ ബി യങ്ങർ ജനറേഷൻ കുറച്ചുകൂടെ ഈ ജിമ്മും ബാക്കി പോകുന്നതോടുന്നത് എന്തുകൊണ്ടും ആകാം നമുക്കിത് കൂടുതൽ റിപ്പോർട്ടഡ് ആകും. പക്ഷേ അത് കോവിഡിന്റെ പ്രശ്നം കൊണ്ട് അർമിയ റീസൺ ആവുന്നത്. അതെ, അർമിയ റീസൺ ആവുന്നത് കോവിഡിന്റെ പ്രശ്നം കൊണ്ടാണ്. മറ്റേതും ഡെഫിനറ്റ്ലി അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ പറയുന്നതെല്ലാം നേരത്തെ എക്സസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഈ പോസ്റ്റ് കോവിഡ് വരുന്ന ഹാർട്ട് അറ്റാക്കിനുള്ള റിസ്ക് കൂടുതൽ. അപ്പോൾ പോസ്റ്റ് കോവിഡിന് വരുന്നതിൻ്റെ ഞാൻ പറഞ്ഞ റീസൺസ് ഉണ്ടല്ലോ, എൻഡോത്തീലിയൽ ഇൻഫ്ലമേഷനും അങ്ങനത്തെ കൊണ്ട് ഹാർട്ട് അറ്റാക്കിന് യങ്ങർ ജനറേഷനിൽ റിസ്ക് കൂടിയിട്ടുണ്ട്. സോ അതടുത്ത റീസൺ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സോഷ്യൽ അതർ ആക്ടിവിറ്റി, അതായത് ഒന്ന് ഫുഡ് ഹാബിറ്റിലുള്ള ചേഞ്ചസ്, നേരത്തെ പറഞ്ഞ പോലെ. വേറെ ഒരെണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രെസ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കുടുംബങ്ങളും ഫാമിലിയും നാട്ടിൻപുറത്തൊക്കെ അതെല്ലാം മാറിയിട്ട് ഒന്ന് എഡ്യൂക്കേഷൻ്റെ സ്ട്രെസ്, ഈ പറഞ്ഞതുപോലെ ഒരു എൻട്രൻസ് ടെസ്റ്റിനൊക്കെ പോകുമ്പോഴത്തേക്കും പിള്ളേർ എന്തുമാത്രമാണ് സ്ട്രെസ്ഡ് ആകുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഒരു വർക്കിലേക്ക് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ വർക്ക് എൻവയൺമെൻറ്റ് സ്ട്രെസ്സുകൾ. അപ്പോൾ ആ ഒരു സ്ട്രെസ്സും വർക്കില്ലായ്മയും, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ കൂടുതൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും രണ്ട് കാര്യങ്ങൾ വരും. ഒന്ന്, ഉറക്കത്തിനെ എഫക്റ്റ് ചെയ്യുന്നു, ലേറ്റ് നൈറ്റ് ഗെയിമിങ്ങും അങ്ങനത്തെ ഇതൊക്കെ നിൽക്കും. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ നമ്മൾ കൂടുതൽ ഇതിലേക്ക്, അതായത് സ്ക്രീൻ ടൈം കൂടുന്തോറും നമ്മൾ മോർ സെഡൻറ്ററി ആകുകയാണ്. നമ്മൾ പുറത്തേക്ക് യാത്ര ചെയ്യത്തില്ല, നടക്കത്തില്ല, അങ്ങനെ ആ സെഡൻറ്ററി ലൈഫ് കൂടുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഇതിന് ആഡഡ് ഫാക്ടേഴ്സ് ആകാം. ഈ 40% പറഞ്ഞല്ലോ, 50ക്ക് താഴെയുള്ളൂ. ഇതെല്ലാം ത്രോംബോസിസ് ഇൻഡ്യൂസ്ഡ് ആണോ കൂടുതലോ, അതോ ഈ കാൽസ്യം കൊളസ്ട്രോൾ ഡെപ്പോസിറ്റിൻ്റെ പ്രശ്നം വരുന്നുണ്ട്? കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഏറ്റവും യങ്ങസ്റ്റ് പേഷ്യൻ്റ് ഞാൻ ബൈപ്പാസ് സർജറി ചെയ്തത് 22 ഇയേഴ്സാണ്. അവൻ മർച്ചൻ്റ് നേവിയിൽ പഠിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ എവിടെയോ പുറത്ത് US വരെ അതിൻ്റെ കപ്പലിൽ കഴിഞ്ഞ ദിവസം മരുന്നിന് വേണ്ടിയിട്ട് തന്നെ അയച്ചിരുന്നു. അപ്പോൾ അവന് ശരിക്കും പറഞ്ഞാൽ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ഉണ്ട്. അത് യങ് പേഷ്യൻ്റാണ്, യങ്ങാണ്, ജിമ്മിൽ പോയിക്കൊണ്ടിരുന്നതാണ്, വളരെ ആക്റ്റീവാണ്, കൊച്ചു പയ്യൻ, ബെല്ലി ഫാറ്റ് ഒന്നുമില്ല, വേറെ ഒരു റിസ്ക് ഫാക്ടറും ഇല്ല. ബട്ട് ഹി ഡെവലപ്ഡ് ദിസ് തിങ്. അതിൽ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് അതിൽ ലോങ് സെഗ്മെൻറ്റ് ബ്ലോക്ക് ആയിരുന്നു ഉള്ളിലേക്ക്. സോ ആദ്യം പറഞ്ഞ ജിം ഡെത്ത്സ് ഒഴിവാക്കാൻ, ഐ മീൻ ബേസിക്കലി ഒരുപാട് നമ്പേഴ്സ് കൂടി, നമ്മൾ പല റീസൺസും ഉണ്ട് അതിന്. ഈ ഒഴിവാക്കുക അല്ലെങ്കിൽ എങ്ങനെ അറ്റ്ലീസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ജിമ്മിൻ്റെ ഒന്ന് ഒരു മെഡിക്കൽ ചെക്കപ്പ് നല്ലതാണ്. അതായത് ലോങ് QT സിൻഡ്രോം, ഹൈപ്പർട്രോഫിക് ഒബ്സ്ട്രക്റ്റീവ് കാർഡിയോമയോപ്പതി, ഇങ്ങനത്തെയുള്ള സഡൻ ഡെത്ത് ഉണ്ടാക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്കൊരു കാർഡിയോളജിസ്റ്റിനെ കണ്ട് എക്കോയും ECG എടുത്താൽ മനസ്സിലാക്കുന്ന കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സിവിയർ എക്സസൈസ്, ഈവൻ സ്പോർട്സിന് പോകുന്നവർ അല്ലെങ്കിൽ അത്ലറ്റ്സ്, ഈവൻ ഇത് ജിമ്മിൽ റെഗുലറായിട്ട് പോയി ഹെവി ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അതിന് മുമ്പ് ഒരു ടെസ്റ്റ്, ഒരു കാർഡിയോളജി ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ രണ്ടാമത്തേത് പറഞ്ഞാൽ പനി കഴിഞ്ഞിട്ട് ഇപ്പോൾ കോവിഡ് ഉള്ള ആൾക്ക് വീണ്ടും അടുത്തൊരു ഫീവർ, മേ ബി കോവിഡ് എപ്പോഴും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ ഒരു കോവിഡ് തന്നെയാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വൈറൽ ഫീവർ ആയാലും അത് കഴിഞ്ഞുള്ള അതിൻ്റെ കൺവാലസൻ, അതിൽ നിന്ന് റിക്കവർ ചെയ്യുന്ന പീരീഡിൽ ഇവർക്ക് ഒരു എൻഡോത്തീലിയൽ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ക്ലോട്ട് ഫോർമേഷനുള്ള ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ അത് കഴിഞ്ഞ് റിക്കവർ ചെയ്യുന്ന പീരീഡിൽ സ്ലോ ആയിട്ട് ജിം സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ.
ആൻഡ് സ്ലോലി ഗോ അപ്പ് ഓവർ എ പീരീഡ് ഓഫ് 2 to 3 weeks. അതല്ല പെട്ടെന്ന് സഡനായിട്ട് വീണ്ടും പോയി ഒരു പനിയൊക്കെ കഴിഞ്ഞ് ഒരിക്കലും ചെന്ന് ചെയ്യരുത്. അപ്പോൾ പിന്നെ ഹൈഡ്രേറ്റ് ചെയ്യുക, നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക. ഡോക്ടർ, ഈ അതുപോലെ സ്മോക്കിംഗ് പണ്ടൊരു വലിയ റീസൺ ആയിരുന്നു അതെ, ഹാർട്ട് ഡിസീസസ് വരാനായിട്ട്. ഓവർ ദ പീരീഡ് സ്മോക്കിംഗ് കുറഞ്ഞു എന്നാണ് പൊതുവേ നമ്മുടെ ഒരു അസസ്മെന്റ്. അതെ. അപ്പൊ അങ്ങനത്തെ കേസസും കുറഞ്ഞു കാണുമല്ലോ. സ്മോക്കിംഗ് കുറഞ്ഞു, പക്ഷേ കേസ് കുറഞ്ഞില്ല. അപ്പോൾ സ്മോക്കിംഗ് കൊണ്ട് മാത്രമല്ല, മേ ബി ആൽക്കഹോൾ ആൻഡ് അതർ ഫാക്ടേഴ്സ് ആർ പ്ലേയിങ്. ഈ സ്മോക്കിങ്ങിന് പകരമായിട്ട് വേപ്പിംഗ് ചെയ്യുന്ന കുറെ പേരുണ്ട്. ഓൾട്ടർനേറ്റീവ് ആയിട്ട് സ്മോക്കിങ്ങിന് വിഡ്രോ ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് നിർത്താൻ പറ്റാതെ അതിൽ സ്റ്റക്ക് ആവുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റിലും ഉണ്ട്. ഈ വേപ്പിങ്ങും എങ്ങനെയാണ്? വേപ്പിംഗ്, ഈ സിഗരറ്റ് എല്ലാം ആഡ്സ് ടു ദ റിസ്ക് ആണ്. അതാണ് ഒരു സെയിം റിസൾട്ട് ആണ്. അതെ, സെയിം അല്ല, പക്ഷെ അതിൻ്റെ ഒരു കമ്പാരിറ്റീവ് എനിക്കറിയില്ല എക്സാക്ട്ലി. ബട്ട് വേപ്പിംഗ് ആൻഡ് ആസ് വെൽ ആസ് ഈ സിഗരറ്റും ഇതിന് ആഡ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഡോക്ടർ, മുമ്പ് നമ്മൾ ഈ ഡയറ്റിന്റെ കാര്യം പറഞ്ഞു. അപ്പം ഈ എപ്പോഴും പറയും ഫ്രൂട്ട്സ് കൺസ്യൂം ചെയ്യുക, അതല്ലെങ്കിൽ കൂടുതൽ മിനറൽസ്. ഇപ്പൊ അതിനകത്ത് ലിമിറ്റേഷൻസ് വരുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഞാനൊരു ഡോക്ടറിനോട് സംസാരിച്ചപ്പോൾ നമ്മൾ ഈ ഫ്രൂട്ട് ഇൻടേക്കും ലിമിറ്റ് ചെയ്യണം, അതേപോലെ പ്രോട്ടീൻ മാത്രമായിട്ടുള്ളൊരു ഡയറ്റ് ആവെടുത്ത്, കാർബോഹൈഡ്രേറ്റ് കുറച്ച് വേണം. അപ്പം ഇതിൻ്റെ ഈ മെഷേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഒരു 10 years 5 years. ആ ഒരു ചേഞ്ച് വരാൻ എന്താ കാരണം? നമ്മൾ അത് മനസ്സിലാക്കേണ്ടത്, ഈ ബേസിക്കലി മെഡിക്കൽ സയൻസിൻ്റെ ഒരു മേജർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു സ്റ്റഡി നടത്തുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ലിമിറ്റേഷൻ ഉണ്ട് അല്ലേ. ഒരു ഹാർട്ടിൻ്റെ റിസ്ക്, ഒരാൾക്ക് മയോകാർഡിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന റിസ്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം ഫാക്ടേഴ്സ് അതിൽ വർക്കൗട്ട് ചെയ്യും. ഒന്ന് ജനറ്റിക് പ്രിഡിസ്പോസിഷൻ എന്തായാലും ഉണ്ടാവും, ഫാമിലിൻ്റേത്. പിന്നെ ഒരു കുഞ്ഞ് വയറ്റിലായിരിക്കുമ്പോൾ തൊട്ട്, അതായത് ഫീറ്റസ് ആകുമ്പോൾ തൊട്ട് കാർഡിയക് റിസ്ക് തുടങ്ങുകയാണ്. ഇപ്പോൾ അമ്മയുടെ അസുഖങ്ങൾ, അല്ലെങ്കിൽ അമ്മയുടെ സ്ട്രെസ്സ്, അമ്മയുടെ ഉറക്കമില്ലായ്മ ആ കൊച്ചിനെ എഫക്റ്റ് ചെയ്യും. ഫീറ്റസ്, അത് ഓൾറെഡി പ്രൂവ്ഡ് കാര്യങ്ങളാണ്. പിന്നെ ജനിച്ചപ്പം തൊട്ടുള്ള ഇയാളുടെ ഫുഡ് ഹാബിറ്റ്, ജനിച്ചപ്പം തൊട്ടുള്ള സ്ട്രെസ് മാനേജ്മെൻറ്റ്, ജനിച്ചപ്പം തൊട്ടുള്ള ഇതെല്ലാം നമ്മൾ ഇംപ്രിൻ്റായിട്ട് സ്ലോലി ഓവർ ടൈം ഡെവലപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. സോ ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്, അതായത് ഈ പ്രഗ്നൻസി തൊട്ട് നമ്മൾ ജീവിച്ചു വരുന്ന എൻവയോൺമെൻറ്റിലുള്ള എല്ലാ ഫാക്ടേഴ്സും അഫക്റ്റ് ചെയ്ത് ഓവർ ടൈം വരുന്ന ഒരു ടോട്ടാലിറ്റിയാണ് ഒരു പർട്ടിക്കുലർ പോയിന്റുള്ള ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ അതിൽ ഈ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് എഫക്റ്റഡ് ആയതിൽ സയൻറ്റിഫിക്കലി ഈ ഒരു ഫാക്ടർ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നും പറഞ്ഞ് ഒരു സ്റ്റഡി നടത്തി പ്രൂവ് ചെയ്യണമെങ്കിൽ മില്യൺസ് ഓഫ് പോപ്പുലേഷൻസിനെ ഓവർ ലോങ് ടൈം സ്റ്റഡി ചെയ്താലേ നമുക്ക് 100% പ്രൂഫോടുകൂടി ഒരു ഔട്ട്കം വരുള്ളൂ. അപ്പോൾ എന്താ ചെയ്യുന്നത്, കുറേ ആൾക്കാരിങ്ങനെ ഇപ്പം ഏതെങ്കിലും ഡയറ്റ് പാറ്റേൺ വെച്ചിട്ട് 2 വർഷം 5 വർഷം 10 വർഷം മാക്സിമം റിസർച്ച് ചെയ്യും. എന്നിട്ട് പറയുമോ ഇത് നല്ലതാണ് അല്ലെ ഇത് ചീത്തയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഈ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും ഹെൽത്ത് കോൺഷ്യസ് ആയ ആളുകളിൽ ഒരു കൂട്ടമാണ് മലയാളികൾ. അതെ, അതേപോലെ ഏറ്റവും നല്ല പ്രൈവറ്റ് നല്ല ഹെൽത്ത് കെയർ സിസ്റ്റം ഉള്ള ഒരു പ്രൈവറ്റ് ആയാലും പബ്ലിക് ആയാലും അത് കേരളമാണ്. പക്ഷേ ഏറ്റവും അസുഖങ്ങളുടെ ഒരുമാതിരി എല്ലാ അസുഖങ്ങളുടെയും ക്യാപിറ്റൽ കൂടിയാണ് കേരളം. ഇപ്പൊ ഹാർട്ടായാലും പ്രഷർ, ഏത് അസുഖം എടുത്തോ അത് നമ്മളാണ് അതിലും മുന്നിൽ. ഇതൊരു ഭയങ്കര ഒരു കോൺട്രഡിക്ഷൻ ആണ്. ഇതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? ഇതിൽ ഒരു നമ്മൾക്ക് ഹാർട്ടിൻ്റെ അസുഖത്തെ സംബന്ധിച്ചുള്ള ഇപ്പോൾ ഈ വർഷത്തെ തന്നെ ഇതിൻ്റെ ഡോണ്ട് മിസ് എ ബിറ്റ് എന്നാണ് വേൾഡ് ഹാർട്ട് ഡേയുടെ ഇതിൽ. അതിൽ പ്രിവെൻഷനാണ് അതിൽ ഏറ്റവും കൂടുതൽ പറയുന്നത്. ആ പ്രിവെൻഷൻ്റെ ആസ്പെക്റ്റ് നമ്മൾ നോക്കിയത് ഭക്ഷണം, ഗുഡ് ഡയറ്റ്, നല്ല ഡയറ്റ്, നല്ല എക്സസൈസ്, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഇതിൽ നമ്മളൊന്ന് ഇൻട്രോസ്പെക്ഷൻ നമ്മളെ മലയാളികളുടെ ഇതിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ഇപ്പോൾ ഫാസ്റ്റ് ഫുഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ബേക്കറി സാധനങ്ങൾ, അതിലെല്ലാം ട്രാൻസ് ഫാറ്റി ആസിഡ്സ് കൂടുതലാണ്. അപ്പോൾ ആ ഫുഡ് ഹാബിറ്റ്സ് അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഡോക്ടർ, നല്ല ഡയറ്റ് എന്ന് പറഞ്ഞു, എന്താണ് നല്ല ഡയറ്റ്? അത് മനസ്സിലാവും. അതിൽ ഡയറ്റിൽ അത് 2-3 ഫാക്ടറുണ്ട്. ഒന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറ്റിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തേത് നമ്മൾ എങ്ങനെ കഴിക്കുന്നു, എപ്പോൾ കഴിക്കുന്നു, അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പോണൻസിൽ ഇപ്പോൾ നമുക്കറിയാം, പിന്നെ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് അങ്ങനത്തെ എല്ലാം വരുന്നില്ല. ഓഫ് കോഴ്സ് ഫാറ്റ് കണ്ടൻറ്റുള്ള ഡയറ്റുകൾ കുറയ്ക്കണം അല്ലേ. നമുക്കറിയാം കൊഴുപ്പുള്ളത് കുറയ്ക്കണം. അതിന് ഓയിലി ഫുഡ്, വറുത്തത് പൊരിച്ച് കുറയ്ക്കാൻ പറയും. അല്ലെങ്കിൽ ഈ ട്രാൻസ് ഫാറ്റി ആസിഡ്സ് ഉള്ള ബേക്കറി ഐറ്റംസ് അങ്ങനത്തെ ഉള്ളത് കുറയ്ക്കാൻ പറയും. പിന്നെ ആ ഫുഡിൽ നമ്മൾ പ്രോട്ടീൻ്റെ പേഴ്സൻറ്റേജ് നമുക്ക് യൂഷ്വലി കുറവാണ്, കാർബോഹൈഡ്രേറ്റ് കുറച്ചുകൂടെ റിച്ചാണ്. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ പ്രോട്ടീൻ റിച്ച് ഫുഡുകൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും.
അതുപോലെ തന്നെ ഫൈബർ, നമ്മൾ പഴങ്ങൾ അല്ലെങ്കിൽ നാരുകളുള്ള അങ്ങനത്തെ ഫൈബർ ഡയറ്റുകൾ കുറച്ചുകൂടെ നമ്മുടെ ഡയറ്റിൽ. ഇപ്പോൾ നമ്മുടെ പഴയ കൂമ്പ് തോരനും പെണ്ടിത്തോരനും ഇതൊക്കെ റിയലി ഗുഡ്. പക്ഷേ അതൊക്കെ നമ്മുടെ ഡയറ്റിൽ നിന്ന് കുറേ അങ്ങ് മാറിപ്പോയി. അപ്പോൾ ആ ഒരു കണ്ടൻറ് ഓഫ് ദ ഡയറ്റ് ഒന്ന്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പണ്ട് പറയുന്ന പോലെ ബ്രേക്ക്ഫാസ്റ്റ് രാജാവിനെ പോലെ കഴിക്കണം, ഉച്ചയ്ക്ക് സാധാരണക്കാരനെ പോലെ, വൈകിട്ട് ദരിദ്രനെ പോലെ കഴിക്കണം. അത് വളരെ നല്ലതാണ്. ഇപ്പോൾ പറയുന്ന ഇപ്പം വരുന്നുണ്ടല്ലോ നമ്മുടെ കീറ്റോ ഡയറ്റ് അല്ലെങ്കിൽ ഫാസ്റ്റിങ്, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്, അതിൻ്റെയൊക്കെ ഒരു ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 10 to 12 hours ഓഫ് ഫാസ്റ്റിങ്, വൈകിട്ട് ഒരു ഏർലി ഡിന്നർ കഴിച്ച് ഒരു റുട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്താൽ കഴിഞ്ഞ് ഒരു ഫാസ്റ്റിംഗ് കിട്ടും. നമ്മൾ പലപ്പോഴും നമുക്ക് നോക്കി കഴിഞ്ഞാൽ വൈകിട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെല്ലാം തന്നെ രാത്രി 12 മണിക്കും 1 മണിക്കും എല്ലാം ഇവിടുത്തെ ഫാസ്റ്റ് ഫുഡ് കൗണ്ടറുകളിലെല്ലാം ഉണ്ട്. അപ്പോൾ ലേറ്റ് ഡിന്നറും ഏർലി ബ്രേക്ക്ഫാസ്റ്റും ഉറക്കക്കുറവും ഇത് ഭയങ്കരമായിട്ട് ഇതിനെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡയറ്റിൻ്റെ കണ്ടൻറ്റും അതുപോലെ ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ കൾച്ചറും അതുപോലെ തന്നെ ഈ ഡയറ്റ് പാറ്റേണും എപ്പോഴാണ് നമ്മൾ കഴിക്കുന്നത് അതിൽ തന്നെ ചോറിനെ ഒരു ഭയങ്കര വില്ലനാക്കിയാണ് ഇപ്പോൾ പൊതുവെ അവതരിപ്പിക്കപ്പെടാറ്. അത് ചോറൊരു വലിയ വില്ലനാണോ? അരിഭക്ഷണം ഒരു വലിയ വില്ലനാണ്. അല്ല, കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുന്നല്ലോ. കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു ബേസിക് പ്രശ്നം നമുക്ക് ബെല്ലി ഫാറ്റ് കൂട്ടും. ബെല്ലി ഫാറ്റ് കൂട്ടുന്നത് ഈ പറഞ്ഞ ഇതാണ്, നമുക്കൊരു കുറച്ച് ഓൾവേസ് അതൊരു മെറ്റബോളിക് സിൻഡ്രോംസ് പറയും. മെറ്റബോളിക് സിൻഡ്രോംസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ കൂടാം, ഷുഗർ കൂടും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാം, അങ്ങനത്തെ ഒരു ലെവലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബെല്ലി ഫാറ്റ് ഇപ്പോൾ നമ്മുടെ മലയാളികളിൽ നോക്കിയാൽ എല്ലാവർക്കും കുറച്ചൊരു ബെല്ലി ഫാറ്റ് കൂടുതലാണ്. അപ്പോൾ അതൊരു കാർബോഹൈഡ്രേറ്റ് ആണ് അതിനൊരു ബേസിക് റീസൺ ആകാവുന്നത്. അതാണ്. അതേപോലെ ഈ വെജ് നോൺ വെജും ഒരു കോൺട്രവേഴ്സിയിലാണ്. മലയാളിക്കാണ് ഈ നോൺ വെജ് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു സമൂഹം എന്നും പറയുന്നുണ്ട്. അതൊരു ഫാക്ടർ ആണോ ഈ അസുഖങ്ങളുടെ പിന്നിൽ? അങ്ങനെ പറയാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നോക്കിയാൽ ജപ്പാനീസ് അവരൊക്കെ ഏറ്റവും ലോങ് ടൈം ജീവിക്കുന്ന ആൾക്കാരൊക്കെ നോൺ വെജ് ഡയറ്റ് ഇഷ്ടം പോലെ എടുക്കുന്നുണ്ട്. പക്ഷെ അതിൽ റെഡ് മീറ്റ് ഡെഫിനറ്റ്ലി നല്ലതല്ല എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. റെഡ് മീറ്റ് കൂടുതലായിട്ട് കഴിക്കുന്ന ബീഫ്, പോർക്ക് ഇങ്ങനത്തുള്ള അതിനുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചിക്കനൊന്നും അത്രയും പ്രോബ്ലംസ് ഇല്ല. എസ്പെഷ്യലി ബാർബക്യൂ ചിക്കൻ പോലെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഓയിൽ കളഞ്ഞാൽ കഴിക്കുന്നത്. മോസ്റ്റ്ലി പ്രോട്ടീൻസാണ്. ഫിഷ് ഏറ്റവും നല്ലതാണ്. എന്നുവെച്ചാൽ omega-3 ഫാറ്റി ആസിഡ്സ്, അങ്ങനെ ഒലീക് ആസിഡ്സ്. ഫിഷ് ഏറ്റവും നല്ലത്, എസ്പെഷ്യലി സ്മോൾ ഫിഷ്, ബോണി ഫിഷ്, കാൽസ്യം, അങ്ങനെ കാൽസ്യം സപ്ലിമെൻറ്റ് എല്ലാം ആവും. സോ ഫിഷ് ഈസ് വെരി ഗുഡ് ഡയറ്റാണ്. എഗ്ഗും നേരത്തെ പറയുന്ന ഉണ്ണി, എഗ്ഗ് അതിൻ്റെ മുട്ടയുടെ ഉണ്ണി കംപ്ലീറ്റ് മാറ്റണം. പക്ഷേ ഇപ്പോൾ അത് അത്രയും പറയുന്നില്ല. ഒരു 2 എഗ്ഗ് കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ ഉണ്ണിയും കൂടെ മാറ്റി കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ പ്രത്യേകിച്ചും എഗ്ഗിൻ്റെ പ്രോട്ടീൻ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോട്ടീൻസാണ്, എഗ് വൈറ്റ് പ്രോട്ടീൻ. അപ്പോൾ അതുകൊണ്ട് നോൺ വെജ് ചീത്തയാണെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. നോൺ വെജ് കഴിക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല. പിന്നെ കൾച്ചറൽ റിലീജിയസ് റീസൺസിന് ഇഫ് യു ആർ അവോയ്ഡിങ് അത് കുഴപ്പമില്ല. എന്ന് വെച്ചാൽ നോൺ വെജ് കഴിച്ചാലേ ജീവിക്കാൻ പറ്റുമെന്നില്ല. നോൺ വെജ് കഴിക്കാതെയും കംഫർട്ടബിളായിട്ട് പ്രോട്ടീൻ റിച്ച് ഫുഡ് എടുത്ത് ജീവിക്കാൻ പറ്റും. 2015 ആദ്യത്തെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് സർജറി. ഒരുപാട് ലോജിസ്റ്റിക്സിന്റെ കാര്യത്തിലാണെങ്കിലും മെഡിക്കൽ ഫെസിലിറ്റീസിന്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ളൊരു സമയം. അതെങ്ങനെയാണ് ട്രാൻസ്പ്ലാന്റ് സർജറി സംഭവിച്ചത്? ഈ ട്രാൻസ്പ്ലാന്റ് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജിക്കൽ എക്സസൈസ്, ആ ഒരു സർജറി എന്ന് പറയുന്നത് വൺ ഓഫ് ദ സിമ്പിൾ സർജറീസാണ്. അതായത് ഒരു ഹാർട്ട് അവിടെ തുന്നി പിടിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ റുട്ടീനായിട്ട് ചെയ്യുന്നത്. ഹാർട്ട് ലങ് ബൈപ്പാസിൽ ഒരു ബൈപ്പാസ് സർജറി ചെയ്യണമെങ്കിൽ നമ്മൾ ബോഡിയിൽ ബ്ലഡ് പുറത്തെടുത്ത് ഓക്സിജനേറ്റ് ചെയ്ത് തിരിച്ചു കൊടുക്കുക ചെയ്യും. അപ്പോൾ അതിന് ചെയ്യുന്ന ഒരു റുട്ടീൻ സംഭവമുണ്ട്, അത് മാത്രമേ അതിലുള്ളൂ. പിന്നെ ഹാർട്ട് മൊത്തമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് പുതിയൊരു ഹാർട്ട് അവിടെ തയ്ച്ച് പിടിപ്പിക്കുന്നു. അപ്പോൾ ഒരു സർജിക്കൽ ചലഞ്ച് അല്ലെങ്കിൽ സർജിക്കൽ ടെക്നിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് നമ്മൾ ചെയ്യുന്ന പല കോംപ്ലക്സ് സർജറിയുടെ അത്രയും വരില്ല ഒരിക്കലും. സോ ദാറ്റ് ഈസ് വൺ പാർട്ട് ഓഫ് ഇറ്റ്. പിന്നെ പക്ഷേ അതിലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒന്ന് ഡോണർ, അതൊരു വലിയൊരു ഒരു ദൈവികമായ ഒരു കാര്യമാണ്. ഒരു ഡോണർ ഒരു ഫാമിലി അക്സെപ്റ്റ് ചെയ്യുന്നു, അവർ തരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട്. രണ്ടാമത്തേത് ഒരു ടീം. നമുക്ക് ഇതിൽ ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഹാർട്ട് ഈ ഡോണറുടെ ശരീരത്തിൽ നിന്ന് എടുത്താൽ നമ്മളിവിടെ ഇംപ്ലാന്റ് ചെയ്യുന്നതിനകം ഒരു 3 hours ഏറ്റവും ബെസ്റ്റാണ്. 6 hours പോയാൽ മേജർ പ്രോബ്ലംസാണ്. അപ്പോൾ ആ ടൈം ഏറ്റവും കുറയ്ക്കുന്ന അത്രയും ഈ ഹാർട്ടിൻ്റെ സർവൈവലിന് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ടൈം കുറയ്ക്കാനുള്ള ഒരു വലിയ ഒരു എഫർട്ട് വേണം അതിൽ ഈ ഡോണർ ഹോസ്പിറ്റൽ അതെടുക്കുന്ന ടീം,
ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ വന്ന് വെച്ച് പിടിപ്പിക്കുന്നു. അപ്പോൾ ഇതിൽ 1 മിനിറ്റ് പോലും കളയാതെ കൃത്യമായ ഒരു പ്ലാനിങ്ങും ഒത്തിരി ആൾക്കാരുടെ, അതായത് പോലീസ് തൊട്ട് ഹോസ്പിറ്റൽ ആൾക്കാർ തൊട്ട് എല്ലാവരുടെയും ടൈംലി ഉള്ള ഒരു ഷെഡ്യൂളിംഗ് ആണ്. അപ്പോൾ ആ ഒരു ടീം വർക്ക് ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി ഹാർട്ട് ട്രാൻസ്പ്ലാന്റ്. പിന്നെ ചെയ്യുക എന്നുള്ളത്. പിന്നീട് അതിൻ്റെ ലോങ് ടൈമാണ്. ലോങ് ടൈമിൽ അതിന് ഇമ്മ്യൂണോ സപ്രഷൻ ഉണ്ട്. ഇപ്പോൾ സാധാരണ ഒരാളെക്കാളും ഇപ്പോൾ ഹാർട്ട് മരുന്നിനേക്കാളും ഇമ്മ്യൂണോ സപ്രഷൻസ് ഉള്ളതുകൊണ്ട് അവരെ മാനേജ് ചെയ്യുന്നു, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റം വേണം. അപ്പോൾ ഇതിന് അന്നത്തെ സമയത്ത് 2015 ആകുമ്പോഴത്തേക്കും നമ്മൾ 1000 കേസിലധികം ഒരു വർഷം ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് സർജിക്കലി അതൊരു മേജർ ചലഞ്ചല്ല. ടീം വൈസ് നമുക്ക് അന്ന് തന്നെ 100-ലധികം പേരുടെ ഒരു വലിയ ടീമുണ്ട്. ഒൺലി തിങ് വാസ് ഓരോ ടീം മെമ്പേഴ്സിനും അവരവരുടെ റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞ് മനസ്സിലാക്കി ക്ലാസ് എടുത്ത് അവരെ വെൽ ട്രെയിൻഡായിട്ട് ഒരു കോൾ വന്നു കഴിഞ്ഞാൽ അവർ ഓരോരുത്തരും എന്ത് ചെയ്യണമെന്ന് വളരെ കൃത്യമായ ഐഡിയാസ് കൊടുത്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊരു എന്താണ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റിന് ഒത്തിരി എന്താണ് പറഞ്ഞാൽ മീഡിയയിലൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ സർജിക്കലി സിമ്പിൾ ജോബാണ്. പക്ഷേ ഓർഗനൈസിങ് ദ എൻറ്റയർ തിങ് ഈസ് ദ മേജർ ടാസ്ക്. ഡോക്ടർ, ഈ ഹാർട്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു സാധാരണ ഓർഗൻ അല്ല. നമ്മൾ എന്തുകൊണ്ട് പല റീസൺസ് കൊണ്ട് ഇമോഷൻസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു, ഐ മീൻ മേ ബി ബ്രെയിനേക്കാളും നമ്മൾ ഒരുപാട് ഹാർട്ട് എന്ന് പറയുന്ന ഹൃദയം എന്നുള്ളതൊരു വലിയ സംഭവമാണ് നമുക്ക്. അപ്പം അതിനൊരു ഇമോഷണൽ സൈഡും ഉണ്ട്. വേറെ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പോലെ ആയിരിക്കില്ലല്ലോ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇമോഷണൽ സൈഡ് ഒന്ന് പറയാമോ? അങ്ങനത്തെ എക്സ്പീരിയൻസസ് എന്തെങ്കിലും? ഇതിൻ്റെ ബേസിക് മേ ബി ഇമോഷണലിൽ ഏറ്റവും എനിക്ക് തോന്നിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ലൈഫ് പോയിട്ടേ ഒരാൾക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഒരു കിഡ്നി ആണെങ്കിൽ ഒരാളുടെ എടുക്കാം, ലിവറാണെങ്കിൽ പകർത്തെടുക്കാം. പക്ഷേ ലങ്സിനും ഇപ്പോൾ അങ്ങനെ വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ലൈവ് ആൾക്കാരുടെ എടുക്കാൻ പറ്റും. പക്ഷേ ലങ്സിന് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ പറ്റാത്തത് ഹാർട്ട് മാത്രമേ ഉള്ളൂ, ഒരു ഓർഗനേ ഉള്ളൂ. അപ്പോൾ അതാണ് അതിലേറ്റവും അതെ കടാവറേ ഉള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും ഇത്. പിന്നെ എപ്പോഴും ആ ഒരു മേ ബി ഇപ്പം മറ്റതിനെല്ലാം കുറേ കൂടെ ടൈമും കിട്ടും. കിഡ്നിക്കാണെങ്കിലും കുറേ കൂടെ ടൈം കിട്ടും, ലിവറിനാണെങ്കിലും കുറേ കൂടെ ടൈം കിട്ടും, ട്രാൻസ്പോർട്ടേഷൻ ഇംപ്ലാന്റേഷനും ഒക്കെ. പക്ഷേ ഹാർട്ടിന് ആ ടൈം ഒരു ഭയങ്കര ഷോർട്ട് സമയം കിട്ടും. യൂഷ്വലി നമ്മൾ 3 hours പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ 4 hours വരെയൊക്കെ പോയാലും വലിയ 4 to 6 hours വരെ. ഇപ്പം ട്രാൻസ്പോർട്ടേഷൻ ഡിവൈസസ് ഉണ്ട് പുറത്തേക്ക്, നമുക്കത് വന്നിട്ടില്ല. അതാണെങ്കിൽ ഇവൻ 12 hour മുകളിൽ വയ്ക്കുന്നവരുണ്ട്. സോ അതിൽ അത് ഈ ഹാർട്ടിൻ്റെ അകത്തൂടെ ബ്ലഡ് കടത്തി വെച്ചിട്ട് അതിങ്ങനെ പമ്പ് ചെയ്യിച്ചുകൊണ്ടിരിക്കും ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷൻ, ട്രാൻസ്പ്ലാന്റിനകത്ത്. അത് തന്നെ, അതായത് ഡോണറിൽ നിന്ന് ഹാർട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ മെഷീനിൽ കണക്ട് ചെയ്താൽ നമ്മുടെ ബോഡിയിൽ ഹാർട്ടിൽ പെർഫ്യൂസ് ചെയ്യില്ല ബ്ലഡ് എന്ന് പറഞ്ഞാൽ ആ മെഷീൻ പെർഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഹാർട്ടിന് ഓക്സിജനും ബ്ലഡും എല്ലാം കിട്ടിക്കൊണ്ടിരിക്കും. അത് തിരിച്ചിവിടെ വന്നു കഴിയുമ്പോൾ പിന്നെ അത് ഡിസ്കണക്ട് ചെയ്ത് പിടിപ്പിക്കുകയാണ്. അപ്പോൾ മസിൽസ് അങ്ങനെ അതെ 12 ഈവൻ ചിലത് 24 hours വരെയുള്ള റിപ്പോർട്ടുകളുണ്ട് ഇപ്പോൾ. അതെ അത് വളരെ ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് പോയി എടുത്തിട്ട് വരാൻ പറ്റും. അതാണ് നമ്മൾ ആദ്യം ചോദിച്ചതിന് ഈ റിസീവർ ഡോണർ ഒരു ബന്ധമുണ്ടല്ലോ, ഹൃദയമായതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ചോദിക്കുന്നത്. അതെങ്ങനെയാണ് ഡോക്ടറുടെ ഒരു എക്സ്പീരിയൻസിൽ അതെങ്ങനെയാണത്? ഫാമിലി ഇപ്പം നമ്മളുടെ അവിടത്തേക്ക് ആണെങ്കിൽ എല്ലാവരും ഫാമിലി, ഇപ്പോൾ ഡോണർ റെസിപ്പിയൻറ്റ് ഫാമിലി മിക്കവാറും എപ്പോഴും ഡോണർ ഫാമിലി ആയിട്ട് കോൺസ്റ്റൻറ്റ് ടച്ച് ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഒരു നേവൽ ഓഫീസറുടെ ഒരു ഹാർട്ടാണ് ഭട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേഷ്യൻ്റ് വായിച്ചത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 7-8 years ആയി. ഇപ്പോഴും ഭട്ടിൻ്റെ ഫാമിലി ആ നേവൽ ഓഫീസർ എന്തോ ഫംഗ്ഷൻ അവരുടെ വേറെ നോർത്തിലാണ്, അവിടെ പോവുകയൊക്കെ ചെയ്തു. അവർ വന്നാൽ ഇവരെ കണ്ടിട്ടേ പോവുള്ളൂ. അങ്ങനെ മിക്കവാറും ആ ഒരു കണക്ഷൻസ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ഇന്ത്യയിൽ നമ്മളത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പുറത്ത് പലയിടത്തും ഡോണർ ആരാന്ന് റെസിപ്പിയൻ്റ് ഒരിക്കലും അറിയാറ് പോലുമില്ല. അതാണ് അത് ഈ ഒരു ഇമോഷണൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അവിടെ. പക്ഷെ നമ്മളുടെ ഇവിടെ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇപ്പോൾ കൊടുത്ത ഫാമിലിക്ക് ആ ഒരു അറ്റാച്ച്മെൻ്റ് ആണ് അത്. എന്തെങ്കിലും ഡോക്ടർ സർജറി ചെയ്ത ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഡോണറുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഡോണറുടെ ഭാഗത്തു നിന്ന് എപ്പോഴും ഉണ്ട്. അതായത് നമ്മൾ ചെന്ന് ഡോണർ ഹാർട്ട് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ അവരുടെ ആൾക്കാർ അങ്ങനെ ഒരു വ്യക്തിയുടെ അല്ല, എന്നാലും അവർ വിഷമിച്ച എന്താണ് എപ്പോഴും ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അത് മനസ്സിലാക്കി അത് വിട്ടുതരുമ്പോൾ
അതൊരു അവരുടെ ഗ്രീഫ് എന്ന് പറഞ്ഞാൽ നമുക്കത് വല്ലാത്ത ഇതാണ്, നല്ല വല്ലാതെ ടച്ച് ചെയ്യുന്ന കാര്യം തന്നെയാണ്. അതിപ്പോൾ ഓരോ കേസിലും അത് ഇന്ന കേസ് എന്ന് പറയാൻ പറ്റില്ല, ഓരോ കേസിലും അത് അവരുടെ വൈഫ് അല്ലെങ്കിൽ അച്ഛനമ്മ അല്ലെ സഹോദരങ്ങൾ അപ്പോൾ ഇപ്പോഴും ഹാർട്ട് മിടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മെഡിക്കൽ ഫീൽഡിനെ കുറിച്ച് അത്ര അറിവില്ലാത്തവരായിരിക്കും. മെഡിക്കൽ ഫീൽഡിനെ കുറിച്ച് അറിവുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി അവർക്ക് മനസ്സിലാവും ബ്രെയിൻ ഡെത്ത് എന്താണ്. മറ്റേത് അവർ നോക്കുമ്പോൾ പൾസും BP-യും എല്ലാം ഉള്ളൊരു ആളാണ്. അത് നിർത്തിക്കോളൂ എടുത്തോളൂ എന്ന് പറയുമ്പോൾ അത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അത് മനസ്സിലാക്കി അത് ചെയ്തു തരുന്നത്. ഇപ്പൊ ഇപ്പോഴത്തെ ഒരു പ്രശ്നമാണ് എനിക്ക് തോന്നുന്നു, ഓർഗൻ ട്രാൻസ്പ്ലാന്റിന്റെ ഒരു പ്രശ്നം, ഈ കുറച്ച് മിസ്കൺസെപ്ഷൻസ് പൊതുവെ വരുന്നുണ്ട്. അതെ, ഈ ബ്രെയിൻ ഡെത്ത് ഡിസൈഡ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് അത് നമുക്ക് ഒരു സിനിമ പോലും വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊരു സെറ്റ് ബാക്ക് ആയിട്ടുണ്ടോ? നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്? അത് ഡെഫിനറ്റ്ലി ഉണ്ട്. അത് വെച്ചാൽ നമുക്ക് ആ ഫിലിമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ച് കേസുകളും എല്ലാം വന്നപ്പോൾ പബ്ലിക്കിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ പബ്ലിക് ആദ്യം ഒന്ന് അപ്രിഹെൻഷൻസ് വന്നു പബ്ലിക്കിനെ സംബന്ധിച്ചോളം. ഇത് ഒരു കച്ചവടമായി മാറുകയാണോ, അതായത് ബ്രെയിൻ ഡെത്ത് ആകാതെ തന്നെ ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്ത് ലിവറും കിഡ്നിയും ഒക്കെ എടുത്ത് ഇപ്പം നമുക്ക് പണ്ട് തൊട്ടേ അങ്ങനെ ഓർഗൻ ഇതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ അതാണെന്നുള്ള ഒരു അപ്രിഹെൻഷൻസ് വന്നതോടുകൂടി പലരും ഒരു പിന്നോട്ട് മാറാൻ തുടങ്ങി. ആ ഒരു ഇഷ്യൂ കൊണ്ട് തന്നെ ഡോക്ടേഴ്സും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സിനും ഡിഫെൻസീവിലായി. അപ്പോൾ ഒരാൾ ബ്രെയിൻ ഡെത്താണ് ഇത് നമ്മൾ സർട്ടിഫൈ ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പം വളരെ റിയാക്ഷൻസ് മോശമായി തുടങ്ങി. അല്ലെങ്കിൽ ഒരു ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഒരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വക്കീൽ നോട്ടീസുകൾ വരാൻ തുടങ്ങി. അതായത് നിങ്ങളത് ചെയ്തത് ശരിയല്ല, നിങ്ങളത് ചെയ്തോ, അങ്ങനെയുള്ള വിവരാവകാശങ്ങൾ. അപ്പോൾ ഇതിൽ പ്രോബ്ലം വരുന്നത് ഇപ്പം ഞങ്ങൾക്ക് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ താല്പര്യമുണ്ടായിരിക്കും, അല്ലെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഡോണർ സൈഡ് മുഴുവൻ വരുന്നത് ന്യൂറോ സർജറിയിലും ന്യൂറോ മെഡിസിനിലോ അല്ലെങ്കിൽ ജനറൽ സർജറി വിഭാഗത്തിലാണ്. അവിടുത്തെ ഡോക്ടേഴ്സിന് അത്രയും ഒരു മോട്ടിവേഷൻ ഇല്ലെങ്കിൽ അവർ വിചാരിക്കും വൈ ഷുഡ് ബി ടേക്ക് എ റിസ്ക്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബ്രെയിൻ ഡെത്ത് ഉണ്ടെങ്കിൽ പോലും അത് നോട്ടിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അത് അറിയിക്കാനോ അതനുസരിച്ചുള്ള മുന്നോട്ട് പോകാനോ ഉള്ള മെഡിക്കൽ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്, പബ്ലിക്കിൽ നിന്ന് വന്നിട്ടുണ്ട്. പല സ്റ്റേജിൽ കൂടിയല്ല കടന്നു പോകുന്നത്. ഈ ബ്രെയിൻ ഡെത്ത് തന്നെ ഒരാൾ തീരുമാനിക്കുന്നല്ലോ, അതിൽ സെക്കൻഡ് തേർഡ് അങ്ങനെയൊക്കെയുള്ള ഇത് വരുന്നില്ല. അപ്പം അത് കുറച്ചുകൂടെ നല്ല ഹെൽത്തി അല്ലേ ആ സിസ്റ്റം? ഡെഫിനറ്റ്ലി അതെ. ഇപ്പം നമ്മളുടെ സിസ്റ്റം വളരെ ഫുൾ പ്രൂഫാണ്. അതായത് ഒരു ഡോക്ടർക്ക് സംശയം തോന്നുകയാണ് അദ്ദേഹത്തിന് ചികിത്സിക്കുന്ന ഒരു പേഷ്യൻറ്റിന് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഡോക്ടർ ഈ ബ്രെയിൻ ഡെത്ത് കമ്മിറ്റി അറിയിക്കാം. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ട് ബ്രെയിൻ ഡെത്ത് കമ്മിറ്റി ഉണ്ട്. ആ ബ്രെയിൻ ഡെത്ത് കമ്മിറ്റി അവർ 3 പേരെങ്കിലും മിനിമം വേണം. അത് ഇൻക്ലൂഡിങ് ആ ആശുപത്രിയിലെ മാത്രം പോലെ പുറത്തെ ഡോക്ടേഴ്സ് വേണം. അവർ വന്ന് വീഡിയോ റെക്കോർഡിങ് ചെയ്ത് ടെസ്റ്റുകൾ ചെയ്ത് നോക്കും. ഈ ടെസ്റ്റുകളിൽ ബ്രെയിൻ പ്രവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി, അത് 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യം. ആദ്യത്തെ ഒരു ടെസ്റ്റിൽ നെഗറ്റീവ് ആണെങ്കിൽ അത് കഴിഞ്ഞ് 6 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത ടെസ്റ്റും കൂടെ കഴിഞ്ഞ് ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്യുള്ളൂ. അപ്പം ഗവൺമെൻറ്റിൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ ആക്ട് വെച്ചിട്ട് വളരെ ശക്തമായ ഇതുണ്ട്. അതനുസരിച്ച് ഇത് ചെയ്യാനും പറ്റുള്ളൂ. പക്ഷേ എങ്കിലും ഈ ഒരു സോഷ്യൽ ഇഷ്യൂസ് നിലനിൽക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും അത് പുറകോട്ട് പോകുന്നത്. നമുക്ക് തീർത്തും ഫുൾ പ്രൂഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ല, അങ്ങനെ ഫുൾ പ്രൂഫ് അല്ല. എപ്പോഴും ഗവൺമെൻറ് ഡോക്ടേഴ്സും കൂടി ഇൻവോൾവ് അതിൽ അല്ല, നമ്മളോട് കൂടാതെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു കാര്യവും നമുക്ക് 100% പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൽ മൾട്ടിപ്പിൾ ചെക്കിങ് മെക്കാനിസം ഉണ്ട്, ഇൻക്ലൂഡിങ് വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതത്ര ഇതാക്കാൻ പാടാണ്. അല്ലെങ്കിൽ അതുപോലെ ഇപ്പം നമ്മൾ ഒരു ബാങ്കിൻ്റെ സൈറ്റ് മുഴുവൻ ഹാക്ക് ചെയ്ത് പൈസ മുഴുവൻ അടിച്ചിട്ട് പോയത് എന്ന് പറഞ്ഞ പോലത്തെ ഒരു കണ്ടീഷനിലുള്ള ആൾക്കാർ വേണം അതിൽ. സോ ഇറ്റ് ഷുഡ് ബി അത്രയും ഒരു വലിയ ഗ്രൂപ്പ് വിചാരിച്ചാൽ അങ്ങനത്തെ ഒരു ചേഞ്ച് ഇല്ല. നമ്മളുടെ ഗവൺമെൻറ്റിലൊരു വിശ്വാസ്യതയുണ്ടല്ലോ. അപ്പോൾ പക്ഷേ നമുക്കവിടെ ഡോണേഴ്സിനെ മൊബിലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് ഡോണേഴ്സിനെ മൊബിലൈസ് ചെയ്യാൻ പറ്റാത്തത്. അങ്ങനത്തെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തേത് ഈ ഒരു സോഷ്യൽ റെസിസ്റ്റൻസ് വരുമ്പം നാച്ചുറലി ഡോക്ടേഴ്സ് സൈഡിൽ നിന്നൊരു പതുക്കെ വേണോ അല്ലെങ്കിൽ ബാക്കി മെഡിക്കൽ കമ്മ്യൂണിറ്റി അങ്ങനെ ഒരു റിസ്ക് എടുക്കണോ എന്നുള്ളൊരു വിചാരം രണ്ടും വരുന്നുണ്ട് അതിൽ. മോഡേൺ സിസ്റ്റം പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് പൊതുവെ അലോപ്പതി അല്ലെങ്കിൽ ഹോമിയോ അങ്ങനത്തെ ട്രഡീഷണൽ സിസ്റ്റത്തെ മൊത്തം പറയുന്നതായിട്ടൊരു പാറ്റേൺ ഉണ്ട്. ഡോക്ടറുടെ അതിലൊരു ബിലീഫ് സിസ്റ്റം എന്താണ്?
ഈ ട്രഡീഷണൽ സിസ്റ്റത്തെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ ഒരു റിസർച്ച് ഞാനിപ്പോൾ ഓൾറെഡി ആയതാണ്, MOU ഒക്കെ ആയിട്ട് ഇവർ SLലുമായിട്ട് ചെയ്യുന്ന ഒരു ആയുർവേദിക് പ്രിപ്പറേഷൻ വുണ്ട് ഹീലിങ്ങിന് യൂസ് ചെയ്യുന്നതിനാണ്. HLL എന്ന് പറഞ്ഞിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് ഏജൻസി ആയിട്ട്. അപ്പോൾ ഒരു ആയുർവേദിക് പ്രിപ്പറേഷൻ വുണ്ട് ഹീലിങ്ങിന് അത് ഓൾറെഡി ആനിമൽ എക്സ്പെരിമെൻ്റ് കഴിഞ്ഞ് ഇറ്റ്സ് റിയലി ഗുഡ്. നല്ല നമ്മളുടെ ഈ മറ്റുള്ള ഇപ്പോൾ ഉള്ള പലതിനേക്കാളും വളരെ നല്ല രീതിയിലുള്ള വുണ്ട് ഹീലിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ മുറിവെണ്ണ പല കാര്യത്തിലും ഇറ്റ്സ് റിയലി ഗുഡ്, ഭയങ്കര നല്ല മെഡിക്കേഷൻ. അല്ലെങ്കിൽ ഈ റൊമാറ്റിക് കംപ്ലയൻസിന് പലതിനും ഇപ്പോൾ എൻ്റെ അമ്മയെ പോലും ആയുർവേദ ചികിത്സയിൽ ഷീ ഈസ് റിയലി ഗുഡ്. അപ്പോൾ നമ്മുടെ ഈ ട്രഡീഷണൽ മെഡിസിൻസ് പലതും പല കണ്ടീഷൻസും ഒത്തിരി നല്ലതാണ്. അത് നമ്മൾ ആ കണ്ടീഷൻസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് ജുഡീഷ്യസ് ആയിട്ട് യൂസ് ചെയ്യണം. നേരെ മറിച്ച് മറ്റേ സൈഡും ഉണ്ട്. ഇപ്പോൾ ഒരു ഹാർട്ട് ബ്ലോക്ക് ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഒരു ക്യാൻസർ ഉണ്ട്, ഇങ്ങനത്തെ ഒരു പേഷ്യൻറ്റിനെ പലപ്പോഴും ട്രഡീഷണൽ മെഡിസിനിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ മേലാത്ത ഒരു കണ്ടീഷൻ ഇവർ തിരിച്ച് വരാറുണ്ട്. സോ ഇത് പരസ്പര പൂരകങ്ങളായിട്ട് rather than അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഇന്റഗ്രേറ്റഡ് മെഡിസിൻ ആണോ ഡോക്ടർ? ഇൻ്റഗ്രേറ്റഡ് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സയൻറ്റിഫിക്കായിട്ട് ചെയ്യണം. അതായത് ഒരു ഡയഗ്നോസിസിലെത്തണം, ആ ഡയഗ്നോസിലെത്തി കഴിഞ്ഞ് കമ്പൈൻഡ് ഡിസ്കഷൻ വെച്ചിട്ട് ഏതാണ് ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോകണം. അല്ലാതെ ഇപ്പോൾ സംഭവിക്കുന്ന പലപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഇൻ്റഗ്രേറ്റഡ് മെഡിസിൻ എനിക്കിപ്പോൾ ഇത് ലൈസൻസ് കിട്ടിയ ഉടനെ എനിക്ക് തോന്നുന്നതിന് ഞാൻ അലോപ്പതി ചെയ്യും, ബാക്കിയുള്ള കുറച്ചെണ്ണത്തിന് ആയുർവേദം എനിക്ക് മനസ്സിൽ തോന്നുന്നു എഴുതും. അങ്ങനെ പോയ അതൊരിക്കലും ശരിയാകും. ഒരു സ്റ്റേറ്റ് ഇനിഷ്യേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് വരണം. അത് ആയുഷിൻ്റെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അതൊരു കുറച്ചുകൂടെ ഒരു ബ്രെയിൻ സ്റ്റോമിങ് വേണം. ബ്രെയിൻ സ്റ്റോമിങ് വേണ്ടിയിട്ട് സേഫായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്താൽ നല്ലതായിരിക്കും. പക്ഷേ ഈ ആയുർവേദയുടെ ഇത് പറയുന്നത് എനിക്ക് തോന്നുന്നു സെയിം ആണ് തോന്നുന്നത്. MBBSന്റെ സ്റ്റാർട്ടിങ് 2 വർഷം അങ്ങാണ്ട് സെയിം വന്നിട്ട് പിന്നെ തിരിഞ്ഞു പോകാൻ പറ്റുമല്ലേ. അപ്പൊ ഈ ആയുർവേദയുടെ ഒരു രീതി ഈ മോഡേൺ മെഡിസിനായിട്ട് കുറച്ചുകൂടെ കമ്പൈൻഡ് ആയി കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു ട്രഡീഷണൽ രീതിയിൽ നിന്ന് അത് വ്യത്യാസപ്പെട്ടിട്ടില്ല. എനിക്ക് പരിചയമില്ലാത്തൊരു ശാസ്ത്രശാസ്ത്രയെ കുറിച്ച് ഞാൻ അത്രയും പറഞ്ഞത് ശരിയെന്നല്ല. പക്ഷേ എങ്കിലും അതിൻ്റെ ഒരു പെർസെപ്ഷൻ, പേഴ്സണലി എൻ്റെ ഒരു പെർസെപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദം അതിൻ്റേതായ രീതിയിൽ രോഗലക്ഷണങ്ങളെ അനലൈസ് ചെയ്യുകയും അതിൻ്റേതായ രീതിയിൽ ചികിത്സാ വിധികൾ നിശ്ചയിക്കുകയും ചെയ്തതെന്ന് വെച്ചാൽ ശാസ്ത്രശാഖയാണ്. അതിലേക്ക് ഈ അനാറ്റമിയിലും ഫിസിയോളജിയും പഠിച്ച് അങ്ങനെ വരുമ്പോഴത്തേക്കും ഐ ഡോണ്ട് നോ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രഡീഷണൽ വേ ഓഫ് ലുക്കിംഗ് അറ്റ് ഇറ്റ്, ട്രഡീഷണൽ വേ ഓഫ് ഡയഗ്നോസിങ്, ട്രഡീഷണൽ വേ ഓഫ് ട്രീറ്റിങ്. ഇപ്പോൾ നമുക്കറിയാം ഒരു പൾസ് പിടിച്ച് നോക്കിയാൽ നമ്മുടെ വൈദ്യന്മാർ പറയാറുണ്ട് ഇത് ഇന്നതാണ് അസുഖം, അതിന് ചികിത്സ നിശ്ചയിക്കാറുണ്ട്, ചികിത്സ ഇഫക്റ്റീവുമാണ്. പക്ഷേ അതിന് പകരം നമ്മൾ അതും മോഡേൺ മെഡിസിനൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ഇഫക്റ്റ് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഐ ഡോണ്ട് നോ, ആ ഒരു ആസ്പെക്റ്റ് ഡെഫിനറ്റ്ലി വേറൊരു തലത്തിൽ ഡിസ്കഷൻ വേണ്ടതാണ്. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റുന്നില്ല. എന്നാലും ബേസിക്കലി പാരമ്പര്യത്തെ തള്ളിക്കളയാതെ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയല്ലേ ചെയ്യേണ്ടത്? ഡെഫിനറ്റ്ലി അതാണ് വേണ്ടത്. ഈ പബ്ലിക് ഹെൽത്തിന്റെ ആസ്പെക്ട് നോക്കുമ്പോഴേ പല ഡോക്ടേഴ്സും പറയാറുണ്ട് നമ്മൾ ഈ പ്രിവെന്റീവ് കെയറിനെ ഇപ്പോഴും പ്രിവെന്റീവ് കെയർ അഡോപ്റ്റ് ചെയ്യാതെ ക്യൂറേറ്റീവ് കെയറാണ് ഇപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പല അസുഖങ്ങളും ഇതിപ്പം കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആയിക്കോട്ടെ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിക്കോട്ടെ, ഇത് നമ്പർ കൂടി വരുന്നത് നമ്മളിപ്പോഴും ഈ ക്യൂറേറ്റീവ് കെയറിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ സ്റ്റേറ്റിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? നമ്മൾ പ്രിവെൻഷൻ ഇനിയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല? മേ ബി ഓൾ ഓവർ ഇന്ത്യ നോക്കി ഏറ്റവും ബെസ്റ്റ് പ്രിവെൻറ്റീവ് ഇതെന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൽ തന്നെ വെച്ചാൽ പ്രൈമറി തലങ്ങളിലും സെക്കൻഡറി തലങ്ങളിലും മാസ്റ്റർ വർക്കേഴ്സും ഒക്കെ ആയിട്ട് നല്ലൊരു സിസ്റ്റം നമുക്കുണ്ട്. പക്ഷേ നമ്മളത് എന്തുമാത്രം യൂട്ടിലൈസ് ചെയ്യുന്നു. ഇപ്പോൾ പേഴ്സണലി നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എനിക്കറിയാം ആവശ്യത്തിന് ഉറങ്ങിയാലേ പറ്റുള്ളൂ അല്ലേ. പക്ഷെ നമുക്ക് ഉറങ്ങത്തില്ല. നമ്മൾ എന്തെങ്കിലും നമുക്ക് വർക്കാണ് അതായത് നമ്മൾ കാര്യമായിട്ട് ഉറങ്ങത്തില്ലായിരിക്കും, അല്ലെങ്കിൽ ഭക്ഷണം വരും 3-4 മണിക്കൂറൊക്കെ അത് വർഷങ്ങളായിട്ടുള്ള ശീലമാണ്. അത് മതി. അതുകൊണ്ട് അതിനെക്കുറിച്ച് അങ്ങനെ ബോധറിയല്ല. പക്ഷേ ഇടയ്ക്ക് എനിക്ക് പവർസിനെ പോലെ ഇടയ്ക്ക് പെട്ടെന്ന് ഉറങ്ങാം. ഇപ്പോൾ 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഉറങ്ങിയിട്ട് അടുത്ത കേസിന് കയറും. അതുകൊണ്ട് അതൊരു ശീലമായി ഓവർ ടൈം. അതുകൊണ്ട് പക്ഷേ അത് കണ്ടീഷൻ ചെയ്ത്. പക്ഷെ അങ്ങനെ ഞാൻ പറയുന്നത് ഇതിനെക്കുറിച്ചൊക്കെ ഒന്നെന്ന് പറഞ്ഞാൽ ഒരു പ്രിവെൻഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒന്ന് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക അല്ലേ. അവയർനെസ് കേരളത്തിലെ ഇത്രയും വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്കിടയ്ക്ക് അവയർനെസ് ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഹെൽത്ത് അവയർനെസ് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതുണ്ട്. അപ്പോൾ അതിലിപ്പം പ്രിവെൻറ്റീവ് കെയറിൻ്റെ അടുത്ത് തന്നെയാണ് ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഡയബറ്റീസ്, ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഹൈപ്പർ ടെൻഷൻ അല്ലേ, അവോയ്ഡ് സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ.
അല്ലെങ്കിൽ എന്താണ് പ്രോപ്പർ ഡയറ്റ്, റെഗുലർ എക്സസൈസ്. ഇപ്പോൾ ഈ ഇത്രയും 5 കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പ്രിവെൻറ്റീവ് സെക്ടറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലെവിടെയാണ് ഇനി നമുക്ക് ഒരു പേഴ്സണലി നമ്മൾ ഈ സൊസൈറ്റിയിലേക്കും അല്ലെങ്കിൽ ഗവൺമെൻറ്റിലേക്കും നോക്കിയാൽ ഇതെല്ലാം നമുക്ക് ഇൻ പ്ലേസ് ഇല്ലേ? ഒരു ഹൈപ്പർ ടെൻഷൻ നോക്കണമെങ്കിൽ, ഒരു ഡയബറ്റീസ് നോക്കണമെങ്കിൽ നമ്മുടെ ഒരു ഹെൽത്ത് സെൻറ്ററിൽ പോയാലും നോക്കുന്നുണ്ട്. അവിടെ ഒരു ശൈലി ആപ്പ് വെച്ചിട്ട് ഇവരുടെ പേരെല്ലാം രജിസ്റ്റർ ചെയ്ത് ഇവർക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട് അല്ലേ? മിക്കവാറും എല്ലാ ഹൈപ്പർ ടെൻഷൻ മരുന്നുകളും എല്ലാം അവൈലബിളുമാണ്. പക്ഷേ അത് യൂട്ടിലൈസ് ചെയ്യുന്ന പെർസെൻറ്റേജ് എത്രയുണ്ട്? നമ്മുടെ എൻ്റയർ പോപ്പുലേഷൻ്റെ മേ ബി ഒരു വളരെ ചെറിയ പെർസെൻറ്റേജ് അത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൈവറ്റ് സെക്ടറിനെയാണ് നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പ്രൈവറ്റ് സെക്ടറിൽ തന്നെയാണെങ്കിലും നമ്മൾ പലപ്പോഴും ഈവൻ എഡ്യൂക്കേറ്റഡ് ആൾക്കാരോട് BP മരുന്ന് കഴിക്കുന്നുണ്ട്. എത്ര വർഷമായി? 2 വർഷം. എന്നാൽ ലാസ്റ്റ് നോക്കിയത് 1.5 വർഷം മുമ്പ് BP നോക്കിയത്, പിന്നെ നോക്കിയിട്ടില്ല അല്ലേ? ഈവൻ എഡ്യൂക്കേറ്റഡ് ക്ലാസ്സിൻ്റെ ഇടയ്ക്കും അതുണ്ട്. സോ ആ ഒരു അവയർനെസ് ഇല്ലായ്മ ഒന്നുമല്ല, നമ്മുടെ ഡിസിപ്ലിൻ്റെ പാർട്ട് കൊണ്ടുകൊണ്ട് തന്നെയാണ് കുറച്ച് പ്രിവെൻഷൻ്റെ ആവശ്യം വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അത് ഹൗ ഓഫൻ നമ്മൾ നോക്കണം? ഇപ്പം ഈ പറയുന്ന ടെസ്റ്റ് വർഷത്തിലൊരിക്കൽ ചെയ്യുക എന്നാണ് പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇപ്പോൾ ഓൾറെഡി മരുന്നെടുക്കുന്നവരാണ് ഡോക്ടേഴ്സിൻ്റെ ഇതനുസരിച്ച് ഇപ്പോൾ ചെയ്യണം. അപ്പോൾ BP കൺട്രോൾഡ് അവസ്ഥയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, മേ ബി once in 3 months ഒക്കെ മതി. പക്ഷേ എന്നാൽ പോലും നമുക്കെല്ലാവരും വീട്ടിലൊരു BP പേഴ്സൻ്റെ ഇടയ്ക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പറ്റുമല്ലോ. അപ്പോൾ ഈവൻ നമുക്കൊരു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു സ്ട്രെസ് സിറ്റുവേഷൻ വന്നു, വർക്ക് പ്ലേസിലുള്ളതായിരിക്കാം, ഫാമിലിയൊക്കെ, നമുക്ക് BP കൂടാം അല്ലേ? അപ്പോൾ അങ്ങനത്തെ, അല്ലെങ്കിൽ ഷുഗറിനും സെയിം വേരിയേഷൻസ് വരാം. അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി മരുന്ന് കഴിച്ചിരിക്കുന്നവർ അങ്ങനെ ചെയ്യണം. മറ്റേത് ശരി പറഞ്ഞാൽ 40 yearsൽ പ്ലസ് once in a year മതി. പക്ഷേ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഡിറ്റക്ട് ചെയ്താൽ ഒരു another 3 months 6 monthsൽ റിവ്യൂ ചെയ്ത് നോക്കണം. അതാണ്. ഇന്നലെ ഡോക്ടർ ഹാരിസ് ഇന്നലെ ഒരു പ്രസംഗം നടത്തിയിരുന്നു. അതിൽ പറഞ്ഞിരുന്നു സർക്കാർ സർവീസിലേക്ക് വരാൻ യങ് ആയിട്ടുള്ള ആളുകൾ ആരും താല്പര്യം കാണിക്കുന്നില്ല, ബിക്കോസ് ശമ്പളം വളരെ കുറവാണെന്ന് അങ്ങനെ പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഈ മെഡിക്കൽ കോളേജുകൾ വൃദ്ധസദനങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്, തട്ടിക്കൂട്ടാണ് ഇപ്പം മെഡിക്കൽ കോളേജുകളിൽ. പഠിപ്പിക്കാൻ പ്രോപ്പർ സിസ്റ്റം ഇല്ല, ടീച്ചേഴ്സ് ഇല്ല. അപ്പോൾ പലരും യൂട്യൂബ് നോക്കിയാണ് ഡോക്ടേഴ്സ് പഠിക്കുന്നത് എന്നൊക്കെ ഒരു ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള കമന്റ്സ് ഉണ്ടായിരുന്നു. അതിൽ എത്രമാത്രം വാസ്തവമുണ്ട്? ഇതിൽ കുറച്ച് കോൺട്രവേഴ്സ്യൽ ഇഷ്യൂസിൽ ഞാൻ കമൻറ്റ് ചെയ്യാൻ പോകണില്ല, ഞാൻ അഡ്മിനിസ്ട്രേഷനെ ഗവൺമെൻറ്റിനെ പറയുന്നത്. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഗവൺമെൻറ് സെക്ടറിൽ വന്നു വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഹെൽത്ത് വർക്ക് ചെയ്യുന്നു, ലിമിറ്റേഷൻസ് ഉണ്ടാകും. എന്നുവെച്ചാൽ നമ്മുടെ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇഷ്യൂസ് ഉണ്ട്, പിന്നെ ഇത് ഇവോൾവ് ചെയ്യുന്ന ഫേസേ ആയിട്ടുള്ളൂ, മെച്ചർ സിസ്റ്റംസ് അല്ല. സോ അഡ്മിനിസ്ട്രേറ്റീവ് ചലഞ്ചസ് ഉണ്ടാവും, ഫിനാൻഷ്യൽ ചലഞ്ചസ് ഉണ്ടാവും, സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവും. ഇപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ജോബിൽ കയറുന്നത്. ആ ജോബിൽ കയറി ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറയുകയാണ്, എനിക്കിത് ഡയറക്റ്റ് ഗവൺമെൻറ്റിങ് കൊണ്ട് തന്നെ ഞാനിത് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന സൗകര്യമുണ്ട് ഞാനിത് ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ വെറുതെ ഇരുന്ന് സിസ്റ്റത്തെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് കാര്യമില്ല. ഐ എം ഓൾസോ പാർട്ട് ഓഫ് ദി സിസ്റ്റം. ഇപ്പം നമ്മൾ ഓരോരുത്തരും ഇന്ത്യയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈ ഗവൺമെൻറ് പാർട്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ ഇഷ്യൂസും പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തപ്പോൾ മാത്രമേ ഇത് മുമ്പോട്ട് പോകുള്ളൂ. ഇരുന്നുകൊണ്ട് കുറ്റം പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷേ പെർഫോം ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കാനാണ് ഏറ്റവും ഡിഫിക്കൽട്ട്. ആ പെർഫോം ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കുന്നതിൽ നമ്മുടെ യങ്സ്റ്റേഴ്സ് വേണം, നമ്മുടെ തലമുറ പോകണം, നെക്സ്റ്റ് ജനറേഷൻ പോകണം. അല്ലാതെ ഇരുന്നുകൊണ്ട് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ലേറ്റ് 1980s അല്ലെങ്കിൽ 90s എന്ന് പറയുന്നത് ഈ കാർഡിയോ തൊറാസിക് സർജറി അത്ര പോപ്പുലർ ആയിട്ടുള്ളൊരു സമയമല്ല. പ്രത്യേകിച്ച് ഇങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അങ്ങനെ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ പ്രൈവറ്റ് സെക്ടറിൽ പോലും വന്നിട്ടില്ല. ആ ഒരു സമയത്ത് ഇത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീൽഡ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? അതിനൊരു ഇൻസ്പിറേഷൻ എന്തെങ്കിലും ഉണ്ടോ? അതിൽ ഞാൻ MBBS 86 ബാച്ചായിരുന്നു. അപ്പോൾ 91 ആണ് ഞങ്ങൾ ഹൗസ് സെൻസിക്ക് എത്തുന്നത്. ഹൗസ് സെൻസി ടൈമിൽ അവിടെ കോട്ടയത്ത് കടുത്തറാസി സർജറിയിൽ ഡോക്ടർ ചന്ദ്രമോഹൻ സാറും പിന്നെ ഡോക്ടർ കിരൺ കുമാർ ഇവർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഹൗസ് സെൻസിയിൽ എൻ്റെ ഒരു പോസ്റ്റിങ്ങിൽ അവിടെ ചെല്ലുമ്പോൾ അന്ന് വളരെ പ്രിമിറ്റീവായിട്ടുള്ള സിറ്റുവേഷനാണ്. ഒരു ചെറിയ വെൻറ്റിലേറ്ററും അത്യാവശ്യം ഒരു ICU, വളരെ കുറച്ച് ഹാർട്ട് സർജറികൾ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ് സർജറികളൊക്കെ ലങ്സിലൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ അതിൽ ചന്ദ്രമോഹൻ സാറിൻ്റെയും കിരൺ കുമാർ സാറിൻ്റെയും വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അവർ പേഷ്യൻറ്റിനെ ഡീൽ ചെയ്യുന്ന കാര്യത്തിലും പേഷ്യൻ്റ് കെയറിൻ്റെ ഇൻവോൾവ്മെൻറ്റും ഒരു അതായത് കാർഡിയക് സർജറിക്ക് ഒരു വ്യത്യാസം, ബാക്കി അതായത് ബോത്ത് മെഡിക്കൽ ആൻഡ് സർജിക്കൽ രണ്ടിലും സ്കില്ല് വേണം. നമ്മൾ ഡയഗ്നോസിസ്, അസസ്മെൻറ്റ്, പ്ലാനിങ്, സർജറി, സർജിക്കൽ സ്കിൽ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ചലഞ്ചസ് നല്ലൊരു ചലഞ്ചിങ് സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നി.
പിന്നെ ഈ ഒരു രണ്ടുപേരുടെ ഇൻഫ്ലുവൻസും ഇതിലേക്ക് നമ്മൾ വഴി അങ്ങനെ വരാനൊരു സാധ്യത ഉണ്ടാക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് സെക്ടറിൽ തന്നെ നിന്ന് ഇത്രയും സർവീസ് ചെയ്യാനുള്ള ഒരു തീരുമാനം പേഴ്സണൽ ലൈഫിലെ ഒരു ഇൻസിഡന്റ് ആണെന്ന് ഞാൻ വായിച്ചു. ഈ ഗവൺമെന്റ് തന്നെ നിൽക്കുമ്പോൾ ഒരുപാട് ചലഞ്ചസും ഉണ്ട്. നമുക്ക് സാധാരണ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന പോലത്തെ ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? കുറേ കാര്യങ്ങൾ മെഡിക്കൽ കോളേജിൽ തുടങ്ങുകയും ചെയ്തു. എങ്ങനെയായിരുന്നു അതിൽ? ഈ നമ്മൾ ഗവൺമെൻറ് സെക്ടർ ഇപ്പോൾ നമ്മൾ MS ഒക്കെ കഴിയുന്ന ഒരു ടൈമിലാണ് നമ്മൾ ആ ഒരു ഞാൻ കിടങ്ങൂരൊരു ഗ്രാമത്തിൽ നിന്നാണല്ലോ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും വൈകിട്ട് ഒന്നിച്ച് ഈ ആറ്റിൽ കുളിക്കാൻ പോകും, നാട്ടുകാർ മുഴുവൻ ഉണ്ടാകും, ഒക്കെ എല്ലാവരുമായിട്ടൊരു നല്ല റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ MBBS സ്റ്റുഡൻ്റ് ആയിരുന്ന കാലം തൊട്ട് തന്നെ നമ്മുടെ നാട്ടുകാരെല്ലാവരും വന്ന് എനിക്ക് അവരെ ഒന്ന് കാണണം എന്ന് പറയുമ്പം ഇവരുടെ കൂട്ടത്തിൽ നമ്മൾ പ്രൊഫസർമാരുടെ അടുത്ത് പോവുകയും ഓരോരുത്തരെ കാണിക്കുകയും അതുപോലെ തന്നെ പലപ്പം ബൈസ്റ്റാൻഡറായിട്ട് വരെ നിൽക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നതിനോടൊന്നും ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അത് കഴിഞ്ഞിട്ട് MS ആയപ്പോഴത്തേനും തന്നെ മെഡിക്കൽ കോളേജ് അന്നൊക്കെ നമുക്ക് ഏറ്റവും നല്ലൊരു ജോബ് എന്ന് പറയുന്നത് മേ ബി അന്ന് ആലോചിച്ച മെഡിക്കൽ കോളേജിലൊരു ഫാക്കൽറ്റി പോസ്റ്റാണ്. അപ്പോൾ MS കഴിഞ്ഞ ഉടനെ തന്നെ ഇതെഴുതി. അപ്പോൾ തന്നെ എനിക്ക് ലെക്ചറർ ഇൻ കാർഡിയക് സർജറി ആയിട്ട് പോസ്റ്റും കിട്ടി. അപ്പോൾ അത് അങ്ങനെയാണ് അവിടെ ജോയിൻ ചെയ്യുന്നത്. പക്ഷേ മെഡിക്കൽ കോളേജിൽ നിൽക്കുമ്പോൾ എൻ്റെ തന്നെ പല പ്രൊഫസർമാരും പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ക്രോണിക് ഹോപ്പ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്, ഒരിക്കലും നന്നാകാൻ പോണില്ല, നമുക്ക് ഫെസിലിറ്റീസ് കിട്ടത്തില്ല, അപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു ഡു വെരി വെൽ. പക്ഷേ അന്നേരം ഞാൻ ആലോചിച്ചത് അങ്ങനെയല്ല. നമ്മുടെ നാട്ടുകാർ, അതായത് ലോകത്ത് നമ്മൾ എവിടെയൊക്കെ പോയി എന്തൊക്കെ ഉണ്ടായാലും നമ്മുടെ നാട്ടിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർക്ക് നമ്മുടെ വീട്ടുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ, ഇപ്പോൾ അതിൽ ഞാൻ അന്നൊരു എക്സാമ്പിൾ പറയുന്നത്, ഈവൻ ഒരു ചീഫ് മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർ പോലും കോട്ടയത്തൂടെ പോയാൽ ഒരു മേജർ പ്രോബ്ലം ഉണ്ടായാൽ അവർക്ക് ആ കോട്ടയം മെഡിക്കൽ കോളേജിനെ അല്ലെങ്കിൽ അവർ ആശുപത്രി ആശ്രയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ പോയി ഒരു സോപ്പ് കുമ്പളയ്ക്ക് അകത്തിരുന്നിട്ട് ഇവിടെ ഒരു ദിവസം വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വെച്ചൊരു ഇഷ്യൂ ഉണ്ടായാൽ യു കനോട്ട് ഹെൽപ്പ് ഇറ്റ്. സോ നമ്മുടെ നാട്ടിൽ നമ്മുടെ ആൾക്കാർക്ക് ഇതുണ്ടാണെങ്കിൽ ലോകത്ത് എവിടെ ഉണ്ടായിട്ടെന്ന് പറഞ്ഞില്ല, ദാറ്റ് ഷുഡ് കം ഹിയർ. അപ്പോൾ ആ ഒരു ഇത് വന്നപ്പോഴാണ് ഓക്കെ, ഈ നാട്ടിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കിട്ടിയ ഒരു സാഹചര്യമായിട്ട് അത് കൺസിഡർ ചെയ്യണം, അപ്പോൾ അതിനുവേണ്ടി വർക്ക് ചെയ്യണമെന്നൊരു തോന്നലുണ്ടായത്. പിന്നെ ഓഫ് കോഴ്സ് ഒരു പേഴ്സണൽ ഇൻസിഡൻറ്റിൽ പറഞ്ഞതുപോലെ അത് കുറച്ചുകൂടെ അത് മേഡ് ഷുവർ ദാറ്റ് ഓക്കെ ഹാവ് ടു ഡു ഇറ്റ്. പേഴ്സണൽ ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുണ്ട്. അത് ഞങ്ങൾ 97 മാരേജ് കഴിഞ്ഞിട്ട് അപ്പോൾ ആദ്യത്തെ കുഞ്ഞുണ്ടായപ്പോൾ 36 വീക്സിലാണ് ഡെലിവറി. പിന്നെ 36 ഡെലിവറി കഴിഞ്ഞു. അപ്പോൾ കുഞ്ഞിനെ ആദ്യം കൊണ്ട് കാണിക്കുന്ന ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ നാടിന് ഇതനുസരിച്ച് തേനും വയമ്പൊക്കെ കൊടുത്ത് അപ്പോൾ തന്നെ ഒരു ചെറിയ ശ്വാസം മുട്ടലിനെ തോന്നലുണ്ടായി കുഞ്ഞിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് ന്യൂനേറ്റൽ റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖമായിരുന്നു. അപ്പോൾ അതിനുള്ള പ്രശ്നം വെന്റിലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സർഫാക്ടൻ ചികിത്സ കൊടുക്കണം. അത് അന്നത്തെ കാലത്ത് സർഫാക്ടൻ ചികിത്സ എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം രൂപകളാകും. വെന്റിലേഷൻ അവിടെ കോട്ടയത്ത് ഫെസിലിറ്റി ഇല്ല. എറണാകുളത്ത് അന്ന് PVS ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ ന്യൂനേറ്റൽ വെന്റിലേഷൻ. അപ്പോൾ അന്നത്തെ ഒരു സാമ്പത്തിക ചുറ്റുപാടുകളോ അല്ലെങ്കിൽ അന്ന് വെന്റിലേറ്റ് ചെയ്താൽ കുഞ്ഞിന് എന്തെല്ലാം ഡിഫക്റ്റോടുകൂടി, അന്നത്തെ ഇത്രയും ടെക്നോളജി വികസിച്ചിട്ടില്ല. അപ്പോൾ ആ വെന്റിലേഷൻ ഡിഫക്റ്റോടുകൂടി ഒരു മൾട്ടിപ്പിൾ പ്രശ്നങ്ങളുള്ളൊരു കുഞ്ഞായിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ റിസ്ക് 50% ഉണ്ട്. ഒക്കെ അങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം വന്നപ്പോൾ പലരോടുമായിട്ട് ആലോചിച്ചത് വേണ്ട എന്ന് വയ്ക്കുകയും പിന്നെ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മൾ പോയില്ല. അങ്ങനെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഒത്തിരി കാലമായിട്ട് മനസ്സിലുള്ളൊരു കാര്യമാണ്, നാട്ടിൽ നമുക്കൊരു സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഈവൻ ചെന്നൈയിലോ ട്രിവാൻഡ്രത്തോ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും കാര്യമില്ല. പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾക്ക് അവിടെ തന്നെ ആൻസർ ഉണ്ടാകണം. അപ്പോൾ അതിന് വർക്ക് ചെയ്യണം എന്നുള്ളത് ദൈവനിയോഗമായിട്ട് തന്നെ അത് എടുത്തു. ഡോക്ടർ, ഈ പ്രൈവറ്റ് സെക്ടേഴ്സിൽ നിന്ന് ഒരുപാട് ഓഫേഴ്സ് വന്നിട്ടും ഗവൺമെന്റ് സെക്ടറിൽ തന്നെ നിൽക്കുകയാണ് ഡോക്ടർ ചെയ്തത്. അതിൽ എപ്പോഴെങ്കിലും റിഗ്രറ്റ് തോന്നുന്ന ഇൻസിഡൻസ് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഇല്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ ഗവൺമെൻറ് സെക്ടറിൽ നിൽക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ തീരുമാനിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കേണ്ടി വരും, വലിയ സാലറി ഉണ്ടാവില്ല. പിന്നെ ഗവൺമെൻറ് സെക്ടറിലായിട്ട് പൊളിറ്റിക്കലോ അല്ലെങ്കിൽ മറ്റിടപെടലുകളോ ഒക്കെ ഒത്തിരി ഉണ്ടാകും. ഇതിനെല്ലാം ഫേസ് ചെയ്തേ പറ്റുള്ളൂ, അല്ലേ, ബ്യൂറോക്രസിയുടെ. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഇറങ്ങുന്നത്. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞ് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പലപ്പോഴും
ലെക്ചറായിട്ടും അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടും ഒക്കെ വളരെ ജൂനിയറായിട്ടും നടക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും നടക്കത്തില്ല, ഒത്തിരി എതിർപ്പുകൾ വരുന്നുണ്ട്. അതിപ്പോഴും ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്ന് പറയില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇപ്പം നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാണ്. ആ ലക്ഷ്യത്തിന് മുമ്പിൽ തടസ്സങ്ങൾ വരുമ്പോൾ ഞാൻ വെറുതെ പുറകോട്ട് പോയിട്ട് കാര്യമില്ല, അന്നേരം ഞാൻ പരാജയമാകുള്ളൂ. അപ്പോൾ ഞാനൊരു ലക്ഷ്യം വെച്ചു, ഐ വിൽ വർക്ക് ഫോർ ഇറ്റ്, ഐ വിൽ ട്രൈ ഫോർ ഇറ്റ്. ഒരു വിധത്തിൽ ബ്ലോക്കായാൽ മറ്റൊരു വിധത്തിൽ നടത്തിയെടുക്കാൻ നോക്കുക. അങ്ങനെ ഒരു അല്ലാതെ ഒരിക്കൽ ബ്ലോക്കായതുകൊണ്ട് ഞാനിത് വന്നത് തെറ്റായി എന്ന് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല.